BB ബോട്ടിൽ ഫാക്ടറിയുടെ പാർട്ട് 2 ആണ് ഇനി പറയാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവർ ഉടൻ തന്നെ ചെന്ന് കാണുക. അങ്ങനെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അവർ ക്വാളിറ്റി ഓഫീസേഴ്സിന്റെ അടുത്ത് എത്തുന്നത് വരെയുള്ളതായിരുന്നു. അനീഷ് ആയിരുന്നു ആദ്യം തന്നെ ക്വാളിറ്റി ഓഫീസേഴ്സിന്റെ അടുത്തേക്ക് ചെന്നെത്തിയത്. ഉടൻ തന്നെ അനീഷ് നേരെ അവരുടെ ടേബിളിലേക്ക് കയ്യിലുണ്ടായിരുന്ന ചാക്ക് എടുത്തു വെച്ചു. ആ സമയം ക്വാളിറ്റി ഓഫീസേഴ്സായ അനുമോളും ജിഷിനും പറഞ്ഞു, ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ മിനിമം മര്യാദയെങ്കിലും കാണിക്കണ്ടേ, അറ്റ്ലീസ്റ്റ് മേ കമ്മിങ് എന്നെങ്കിലും പറഞ്ഞുകൊണ്ട് വേണ്ടേ എൻട്രി ചെയ്യുവാൻ വേണ്ടിയെന്ന്. എന്നാൽ ഇത് തന്റെ തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അനീഷ് സോറി പറയുവാനും മടിച്ചില്ല. അങ്ങനെ അനീഷിന്റെ സോറി അവർ സ്വീകരിച്ച ശേഷം ചാക്ക് അഴിച്ചു മാറ്റുവാൻ ശ്രമിച്ചപ്പോഴാണ് ചാക്ക് കെട്ടിയിരിക്കുന്നത് അനീഷിന് നൽകിയ ഹെയർ കവർ വെച്ചുകൊണ്ടാണെന്ന് മനസ്സിലായത്. ഇത് കണ്ട ജിഷിൻ അനീഷിന്റെ നേരെ കയർത്തു സംസാരിച്ചു. ഇത് നിങ്ങൾക്ക് തലയിൽ ഇടുവാൻ വേണ്ടി നൽകിയതാണ്, അല്ലാതെ നിങ്ങളുടെ ചാക്ക് കെട്ടുവാൻ വേണ്ടി തന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അത് സോൾവ് ആയി വന്നപ്പോഴാണ് ജിഷിൻ അനീഷിനോട് സാമ്പിൾ ബോട്ടിൽ തരുവാൻ പറഞ്ഞത്. എന്നാൽ അനീഷിന്റെ പക്കൽ സാമ്പിൾ ബോട്ടിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൊണ്ടുവച്ചിരിക്കുന്ന ഏതെങ്കിലും ബോട്ടിൽ നിങ്ങൾക്ക് സാമ്പിളായി കരുതാമെന്നായിരുന്നു ജിഷിനോട് അനീഷ് പറഞ്ഞിരുന്നത്. ഇത് കേട്ട ജിഷിൻ പറഞ്ഞു, അങ്ങനെയല്ല ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് ബോട്ടിൽസിന്റെ കൂടെ ഒരു സാമ്പിൾ ബോട്ടിൽ തരണം, അല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് സാമ്പിളായി കരുതുക എന്നത് എവിടുത്തെ ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അടുത്ത ഫൈറ്റ് തുടങ്ങിയത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്ന അനീഷിന് ഇത് എവിടെയോ ഒരു വീഴ്ച പറ്റിയതുപോലെയായി. എങ്കിലും അനീഷ് തന്റെ ഭാഗത്ത് വന്ന തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ബോട്ടിൽസ് എല്ലാം വെരിഫൈ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ഇതിനിടയിലേക്ക് ഇടയ്ക്കെല്ലാം ഏജന്റുമാർ വന്ന് പല രീതിയിലുള്ള അലമ്പുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അനീഷിനോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന പോലെയായിരുന്നു. അനീഷിന്റെ ടീമിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നായിരുന്നു മറ്റുള്ളവരുടെ ആവശ്യം. അനീഷ് ഒരുപാട് നേരം പോരാടി നോക്കി. ഇതിനിടയിൽ നെവിന്റെ ബോട്ടിൽസും ചെക്ക് ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ രണ്ടു ടീമിന്റെയും ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു അനുമോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ജിഷിൻ ആദ്യം അനുമോൾക്കൊത്ത് സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് പറഞ്ഞു, നമുക്ക് ഇവർക്ക് ഒരു അവസരം നൽകി ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം സെലക്ട് ചെയ്യാമെന്ന്. എന്നാൽ അനുമോൾ ധിക്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ഏജന്റുമാർ സത്യം പറയാലോ ആ ടാസ്കിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അനീഷിന്റെ ജ്യൂസ് എല്ലാം എടുത്ത് ഗാർഡൻ ഏരിയയിൽ ഒഴിച്ചു കളയുകയും കുപ്പികളെല്ലാം അടിച്ചു മാറ്റുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും പ്രതികരിച്ചും അനീഷ് മടുത്തു. ജിഷിനോട് അനീഷ് പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവച്ച സാധനം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് അനീഷ് അവിടെ സംസാരിച്ചത്. അനീഷിന്റെ ടീമിനെ തോൽപ്പിക്കുവാൻ വേണ്ടി നെവിനും കൂടെ നിന്നു. അനീഷിന്റെ ബോട്ടിലുള്ള ജ്യൂസുകളെല്ലാം എടുത്തു കളയുകയായിരുന്നു. ഒരു മനുഷ്യൻ എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? സഹികെട്ട് അനീഷ് പിന്നീട് അങ്ങോട്ട് പ്രവർത്തിക്കുകയായിരുന്നു. നെവിന്റെ ബോട്ടിൽസ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞായിരുന്നു അനീഷ് പകരം ചോദിച്ചത്. ബിഗ് ബോസ് അവസാനം ക്വാളിറ്റി ഓഫീസേഴ്സിനോട് എത്ര ബോട്ടിൽസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു. അനുമോൾ പറഞ്ഞു 0 ആണെന്ന്. എന്നാൽ ജിഷിന് ആ അഭിപ്രായമായിരുന്നില്ല. ജിഷിൻ പറഞ്ഞു, ഒരു 3-4 ബോട്ടിലെല്ലാം അവരുടേത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തത്, അതിനെ അംഗീകരിക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്നായിരുന്നു ജിഷിന്റെ നിലപാട്. എന്നാൽ അനുമോൾ പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു. മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി ഒരുപാട് ബോട്ടിൽസ് നശിപ്പിച്ചത് കൊണ്ട് തന്നെ ബാക്കി ഉണ്ടായിരുന്ന ബോട്ടിൽ വെച്ച് കമ്പയർ ചെയ്യാമെന്നായിരുന്നു അനീഷിനോട് ജിഷിൻ പറഞ്ഞിരുന്നത്. ആ സമയം നോക്കുകയാണെങ്കിൽ അനീഷിനേക്കാളും കൂടുതൽ ബോട്ടിലുകൾ അവിടെ ഉണ്ടായിരുന്നത് നെവിൻ്റേതായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് 5-4 എന്ന പോയിന്റിലായിരുന്നു ജിഷിൻ ചെന്നെത്തിയത്. എന്നാൽ അനീഷ് അത് സമ്മതിക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. അനീഷ് വെച്ച ക്വാളിറ്റി ബോട്ടിൽസ് എല്ലാം നശിപ്പിച്ചത് എതിർ ടീം ആയതുകൊണ്ട് തന്നെ അനീഷിന് അതിനോട് വിയോജിപ്പായിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു സംഘർഷം തന്നെയായിരുന്നു. എല്ലാവരും ചേർന്ന് ആ ടാസ്കിനെ അങ്ങ് അലമ്പാക്കി കയ്യിലാക്കി തന്നു. അവസാനം ബിഗ് ബോസ് ഇടപെട്ട് എല്ലാവരോടും ലിവിംഗ് റൂമിൽ ചെന്നിരിക്കാൻ പറഞ്ഞു. അവിടെ വെച്ച് വീണ്ടും സംഘർഷമുണ്ടായെങ്കിലും ഇതിന് ഒരു തീർപ്പായില്ല. ബിഗ് ബോസ് വീണ്ടും ക്വാളിറ്റി ഓഫീസേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ സെലക്ട് ചെയ്ത ബോട്ടിൽസിന്റെ എണ്ണം മാത്രം പറയുവാൻ. എന്നാൽ അനുമോൾ 0 എന്ന് പറഞ്ഞപ്പോൾ ജിഷിൻ പറഞ്ഞു 5-4 എന്ന രീതിയിൽ. അവസാനം ജിഷിൻ ആർക്കും ഒരു കുഴപ്പമില്ലാതിരിക്കുവാൻ എന്നാൽ 4-4 ഈക്വലായിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ ഹൗസ്മേറ്റ്സും സമ്മതിച്ചു. എന്നാൽ അനുമോൾ പിടിച്ച പിടിയാലെ നിൽക്കുകയായിരുന്നു. അനുമോൾ പറഞ്ഞു, ഞാൻ 0-യിൽ തന്നെ നിൽക്കുന്നു, ഒന്നിനും ഒരു ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നായിരുന്നു അനുമോൾ പറഞ്ഞിരിക്കുന്നത്. അനുമോളുടെ ആ വാദത്തിന് ആകെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഓണിയലും അഭിലാഷും മാത്രമായിരുന്നു. അവസാനം അനുമോളുടെ പിടിയാലെ തന്നെ നിന്നു. 0-യിൽ ടാസ്ക് അവസാനിക്കുകയായിരുന്നു. ബിഗ് ബോസ് അത് ശരിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരു ടീമുകൾക്കും ഒരു പോയിന്റും ലഭിച്ചില്ല. ബിഗ് ബോസ് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞതിന് ശേഷം അവിടെ നടന്നത് നാടകീയ രംഗങ്ങളാണ്. അത് പാർട്ട് 3 ആയി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. BB അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുക.